ഈ ക്യാപ്പ് ഊരണ സമയത്തൊക്കെ ആയിരിക്കും എന്ത് പറ്റുന്ന ഈ ലീക്ക് അറിയുന്നത്. അപ്പോൾ ഈ പേന വെച്ചിട്ട് എങ്ങനെയാണ് ലീക്ക് മാറ്റുന്നത് കാണിച്ചു തരാം. അതേ മുകളിലോട്ട് നോക്കുക. അത് നമ്മൾ ഇത് പൊട്ടിക്കുവാണ്. ഒരു സിലിണ്ടർ വന്ന് നമ്മൾ ഈ ഒരു സംഭവം പൊട്ടിച്ച് വലിച്ച് ഇത് പൊക്കി. ഇത് പൊക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വാഷ് കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് കളറിലെ വാഷ് ഇതുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതിൻ്റെ അകത്തായിട്ടൊരു സാധനം കണ്ടോ, ഒരു നിബ്ബ് പോലത്തെ സാധനം കണ്ടോ, അതാണ് അതിൻ്റെ സീറ്റിങ് കറക്റ്റ് അല്ലാതാകുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഈ ഗ്യാസ് ലീക്കാവുന്നത്. അപ്പോൾ ലീക്ക് ആവുന്നത് വന്നു കഴിഞ്ഞ് ഇപ്പോൾ ലീക്ക് വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ ശബ്ദം കേൾക്കുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇതുപോലത്തെ ഒരു പേന എടുക്കുക. പേനയുടെ ബാക്ക് ഭാഗം എന്ന് വെച്ചാൽ മെറ്റൽ എടുക്കരുത്, അല്ലാത്ത ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പേന എടുക്കുക, അല്ലെങ്കിൽ പെൻസിലായിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ അകത്തത് ഇങ്ങനെ കുത്തിയിട്ട് കണ്ട ഇങ്ങനെ വിട്ടാൽ മതി. ആ സീറ്റിങ് കറക്റ്റാവും. ആ ഒരു ബോൾ പോലത്തെ ഒരു സംഭവം ആ പിന്നിൻ്റെ അകത്തിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ കുത്തിയിട്ട് വിട്ട് കഴിയുമ്പോൾ തന്നെ ഒരുമാതിരി ഇങ്ങനെ കുത്തിയിട്ട് വിടുക. ഒരുമാതിരപ്പെട്ട ഗ്യാസ് ലീക്ക് അവിടെ നിൽക്കും. ഒരു കപ്പിൽ കുറച്ച് സോപ്പ് കലക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഈ ശബ്ദം കേൾക്കില്ല, ശബ്ദം കേൾക്കാതെ ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ടാവും. അപ്പോൾ ആ ലീക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ പതപ്പിക്കുക, എന്നിട്ട് പത എടുക്കുക. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ട, ഇത് വെച്ച് കൊടുക്കുമ്പോൾ മുകളിൽ മറ്റേ പഞ്ചറൊക്കെ നോക്കൂല, അതുപോലെ സാധനം ലീക്ക് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കൊമള വന്ന് മേളിലോട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ പൊട്ടുന്നില്ല, അതുകൊണ്ട് ഒരു തരി പോലും ലീക്കില്ല. ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ മേലോട്ട് കൊമള വന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് ഗ്യാസ് നിറച്ചിരിക്കുന്നത് ഭയങ്കര മർദ്ദത്തിലാണ്. എന്ന് വെച്ചാൽ ഒരു ഗ്യാസിനെ ലിക്വിഡാക്കി വെച്ചേക്കോ. ഇത് നമ്മൾ കുലുക്കി അറിയാൻ പറ്റും, ഇത് വെള്ളം പോലെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഗ്യാസിനെ ലിക്വിഡാക്കുമ്പോൾ അത്രയും പ്രഷറില്ല. നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, ആ പ്രദേശം മൊത്തം ഇങ്ങനെ ഗ്യാസ് വരക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഗ്യാസ് ലീക്കാകുമ്പോൾ അത് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഗുരുത്വാകർഷണത്തിൻ്റെ ഓപ്പോസിറ്റ് ഇത് പോയിക്കൊണ്ടിരിക്കും. ഇത് മറിച്ചിടുന്ന സമയത്ത് നമ്മൾ മറ്റേ കുപ്പിയിൽ നിന്ന് വെള്ളം മറിച്ചിടും പോലെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒഴുകി അങ്ങ് പരക്കും. ഫുൾ ആ പ്രദേശം മൊത്തം ഗ്യാസ് ആയത് കണ്ട. ഇതുപോലെ തന്നെയാണ് നമ്മുടെ റൂമിലായാലും എവിടെയായാലും ഇത് മറിച്ചിടാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഫയർഫോഴ്സ് വിവരം അറിയിക്കുക, ഗ്യാസ് ഏജൻസിയെ വിവരം അറിയിക്കുക, നേരെ പിടിച്ചുകൊണ്ട് തുറസായ സ്ഥലത്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് അടുത്തുള്ളവരെ സമീപവാസികളെയൊക്കെ വിവരം അറിയിക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറിച്ചിടാൻ പാടില്ല. ഇനിയിപ്പോൾ തീ പിടിച്ചാൽ പോലും നമ്മൾ ഒരിക്കലും മറിച്ചിടരുത്, നേരെ വെക്കുക. അത് കത്തി 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 തീരും, അല്ലെങ്കിൽ കുറേ സമയം നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ എങ്ങാനും മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ആ പ്രദേശം മൊത്തം പടർന്നു പിടിച്ച് വലിയൊരു തീപിടുത്തം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ടൊരു പുതിയ സിലിണ്ടർ വന്ന്, ഇത് പഴയ സിലിണ്ടറാണ്. ഇനി ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇവിടെ D28 എല്ലാത്തിനും ഉണ്ടാവും. ഇതുപോലെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ട് D33. ഈ 28, 33 എന്താണെന്നറിയാമോ? ഇപ്പോൾ ഈ സിലിണ്ടർ കാണാൻ അഴുക്കൊക്കെയാണ്, ഈ സിലിണ്ടർ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നേരെ തിരിച്ചാൽ ഇതിലെഴുതിയേക്കുന്ന D28. ഇത് 2028 വരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ സിലിണ്ടർ D33. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 2033 വരെ ഉപയോഗിക്കാം. അതാണ് ആ അവസാനത്തെ 28, 33 സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 27 ആണെങ്കിൽ 27 വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ D എന്താണ്? D എന്ന് വെച്ചാൽ A, B, C, D. നിങ്ങളുടെ വീട്ടിലെ സിലിണ്ടറിന് ചിലപ്പോൾ A ആയിരിക്കും, B ആയിരിക്കും, C ആയിരിക്കും, D ആയിരിക്കും. അത് നമ്മുടെ 12 മാസത്തെ 4ആയിട്ട് ഇങ്ങനെ തിരിച്ചേക്കുക. ABCD എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ 3 മാസം, A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം, അത് കഴിഞ്ഞുള്ള 3 മാസം, അങ്ങനെ